സക്സസ് ഫയലിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നിന്നുമുള്ള 6ാമത്തെ അധ്യായം വിഭവ വിനിയോഗവും സുസ്ഥിരതയും. ഈ അധ്യായത്തിൽ നിന്നുമുള്ള എക്സാം ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. 45 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 35 മാർക്കാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലുതുമായ സ്വർണ്ണ ഖനി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലുതുമായ സ്വർണ്ണ ഖനി ഏതാണ്? കോലാറാണ്. കോലാർ. കർണാടകയിലെ കോലാറാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലുതുമായ സ്വർണ്ണ ഖനി. ഏത് വർഷത്തിലാണ് ജോൺ വാരൻ കർണാടകയിൽ സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്? ഏത് വർഷമാണ് ജോൺ വാറൻ കർണാടകയിൽ സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്? 1804 1804 കർണാടകയിൽ സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ആരാണ്? ജോൺ വാറൻ. വർഷം 1804. 1804 ജോൺ വാറൻ സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ കർണാടകയിലെ പ്രദേശം ഏത്? 1804 ജോൺ വാറൻ സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ കർണാടകയിലെ പ്രദേശം ഏതാണ്? ഉറിഗമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഉറിഗമാണ്. 1804 ജോൺ വാറൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടി വിഭവ ഭൂപടം നിർമ്മിച്ചതോടെ കർണാടകയിലെ ഉറിഗം എന്ന ഗ്രാമം, അവിടെ നിന്നുമാണ് സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. അടുത്ത ചോദ്യം: സ്വർണ്ണ നിക്ഷേപം കാരണം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വ്യാവസായിക നഗരങ്ങളിൽ ഒന്നായി മാറിയ പ്രദേശം ഏതാണ്? സ്വർണ്ണ നിക്ഷേപം കാരണം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വ്യാവസായിക നഗരങ്ങളിൽ ഒന്നായിട്ട് മാറിയത് കോലാർ. പ്രകൃതിയിൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മനുഷ്യന് എപ്പോഴും സുലഭമായി ലഭിക്കുന്നതുമായ വിഭവങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെ? പ്രകൃതിയിൽ തുടർച്ചയായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മനുഷ്യന് എപ്പോഴും സുലഭമായി ലഭിക്കുന്നതുമായ വിഭവങ്ങൾ അറിയപ്പെടുന്നത് പുനഃസ്ഥാപിക്കുവാൻ കഴിയുന്ന വിഭവങ്ങളാണ്. പുനഃസ്ഥാപിക്കുവാൻ കഴിയുന്ന വിഭവങ്ങളാണ് പ്രകൃതിയിൽ തുടർച്ചയായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മനുഷ്യന് എപ്പോഴും സുലഭമായി ലഭിക്കുന്നതുമായ വിഭവങ്ങൾ. പുനഃസ്ഥാപിക്കുവാൻ കഴിയുന്ന വിഭവങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മാതൃകയിലുള്ള വിമാനത്താവളം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ PPP വിമാനത്താവളം ഏതാണ്? കൊച്ചിയാണ്. സിയാലാണ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മാതൃകയിലുള്ള വിമാനത്താവളം. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മാതൃകയിലുള്ള വിമാനത്താവളം കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ്, സിയാൽ. താഴെ പറയുന്നവയിൽ രൂപപ്പെടാൻ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ ആവശ്യമുള്ള വിഭവങ്ങൾക്ക് ഉദാഹരണം ഏത്? രൂപപ്പെടാനായിട്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ ആവശ്യമുള്ള വിഭവങ്ങൾ ഏതാണ്? കൽക്കരിയാണ്. കൽക്കരി. ഉപയോഗിക്കുന്നതിനനുസരിച്ച് അളവ് കുറഞ്ഞു വരുന്ന വിഭവങ്ങളെ പൊതുവെ വിളിക്കുന്ന പേരെന്ത്? ഉപയോഗിക്കുന്നതിനനുസരിച്ച് അളവ് കുറഞ്ഞു വരുന്ന വിഭവങ്ങളെ പൊതുവെ വിളിക്കുന്ന പേരാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. ഉപയോഗിക്കുന്നതിനനുസരിച്ച് അളവ് കുറഞ്ഞു വരുന്ന വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ ഫസ്റ്റ് ഫുള്ളി സോളാർ പവേർഡ് എയർപോർട്ട് ഏതാണ്? കൊച്ചിയാണ്. കൊച്ചി. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം കൊച്ചിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രം മുംബൈ ഹൈ ആണ്. മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രം ഏതാണ്? മുംബൈ ഹൈ. മുംബൈ ഹൈ എണ്ണപ്പാടം കണ്ടെത്തിയ വർഷം ഏത്? മുംബൈ ഹൈ എണ്ണപ്പാടം കണ്ടെത്തിയ വർഷം ഏത്?
1974. മുംബൈ ഹൈ എണ്ണപ്പാടം കണ്ടെത്തിയ വർഷം 1974. മുംബൈ ഹൈ എണ്ണപ്പാടത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം ഏതാണ്? മുംബൈ ഹൈ എണ്ണപ്പാടത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം ഏതാണ്? ONGC ആണ്. ONGC ആണ് മുംബൈ ഹൈ എണ്ണപ്പാടത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം. ONGC എന്താണ്? ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. പ്രകൃതിയാൽ രൂപപ്പെടുന്ന ജൈവ അജൈവ പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരെന്ത്? പ്രകൃതിയാൽ രൂപപ്പെടുന്ന ജൈവ അജൈവ പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേര്? ധാതുക്കൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം, ധാതുക്കൾ. ഖനനത്തിലൂടെ ലഭിക്കുന്ന അസംസ്കൃത രൂപത്തിലുള്ള ധാതുക്കൾ എങ്ങനെ അറിയപ്പെടുന്നു? ഖനനത്തിലൂടെ ലഭിക്കുന്ന അസംസ്കൃത രൂപത്തിലുള്ള ധാതുക്കൾ എങ്ങനെ അറിയപ്പെടുന്നു? അയിര്. ഖനനത്തിലൂടെ ലഭിക്കുന്ന അസംസ്കൃത രൂപത്തിലുള്ള ധാതുക്കളാണ് അയിര്. കറുത്ത അയിര് എന്നറിയപ്പെടുന്ന ഇരുമ്പയിര് ഏതാണ്? കറുത്ത അയിര് എന്നറിയപ്പെടുന്ന ഇരുമ്പയിര് ഏതാണ്? കറുത്ത അയിര് എന്നറിയപ്പെടുന്നത് മാഗ്നറ്റൈറ്റ് ആണ്. മാഗ്നറ്റൈറ്റ്. കറുത്ത അയിര് മാഗ്നറ്റൈറ്റ്. ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള ഇരുമ്പയിര് ഏത്? ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള ഇരുമ്പയിര് ഏതാണ്? മാഗ്നറ്റൈറ്റ് ആണ് ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള ഇരുമ്പയിര്. ഇന്ത്യയിൽ മാഗ്നറ്റൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന പ്രധാന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇന്ത്യയിൽ മാഗ്നറ്റൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന പ്രധാന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം കേരളമാണ്. ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് തമിഴ്നാട്, കർണാടക, ജാർഖണ്ഡ് എന്നിവയാണ്. മികച്ച ഗുണനിലവാരമുള്ള മാഗ്നറ്റൈറ്റ് തമിഴ്നാട്, കർണാടകം, ജാർഖണ്ഡ്, ഗോവ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് കാണപ്പെടുന്നത്. തമിഴ്നാട്, കർണാടകം, ജാർഖണ്ഡ്, ഗോവ, ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ടിസ്കോയാണ്. ടിസ്കോ. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ടിസ്കോ. ടിസ്കോ ഏത് വർഷത്തിലാണ് സ്ഥാപിതമായത്? ടിസ്കോ സ്ഥാപിതമായ വർഷം. ടിസ്കോ സ്ഥാപിതമായത് 1907 1907 ടിസ്കോ സ്ഥാപിതമായത്. 1907 സാങ്ചി, ഇന്നത്തെ ജംഷഡ്പൂരിലാണ് സ്ഥാപിതമായത്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി IISCO നിലവിൽ വന്ന വർഷം. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി നിലവിൽ വന്നത് 1919 1919 ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിതമായത്. 1919. കർണാടകയിൽ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് ആരംഭിച്ചത് എന്ന്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ്. അതുതന്നെയാണ് മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് എന്നും അറിയപ്പെടുന്നത്. എന്നാണ് സ്ഥാപിതമായത്? 1923. 1923. ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ ഇരുമ്പുരുക്ക് പദ്ധതികൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ ഇരുമ്പുരുക്ക് പദ്ധതികൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാലകളുടെ നടത്തിപ്പിന് ചുമതലപ്പെട്ട സ്ഥാപനം ഏത്? ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാലകളുടെ നടത്തിപ്പിന് ചുമതലപ്പെട്ട സ്ഥാപനം ഏതാണ്? സെയിൽ ആണ്. സെയിൽ.
സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, സെയിൽ. അടുത്ത ചോദ്യം, ഉയർന്ന നിലവാരമുള്ള ഇരുമ്പയിര് നിക്ഷേപം കാണപ്പെടുന്ന ഒഡീഷയിലെ ജില്ലകളിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടുന്നത്? ഉയർന്ന നിലവാരമുള്ള ഇരുമ്പയിര് നിക്ഷേപം കാണപ്പെടുന്ന ഒഡീഷയിലെ ജില്ലകളിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടുന്നത്? കിയോഞ്ചർ ആണ്, കിയോഞ്ചർ. ഒഡീഷയിലെ ഇരുമ്പുരുക്ക് വ്യവസായത്തെ വിദേശ വ്യാപാരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന തുറമുഖം ഏത്? ഒഡീഷയിലെ ഇരുമ്പുരുക്ക് വ്യവസായത്തെ വിദേശ വ്യാപാരവുമായിട്ട് ബന്ധിപ്പിക്കുന്ന പ്രധാന തുറമുഖം ഏത്? പാരദ്വീപാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, പാരദ്വീപ്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച വർഷം ഏത്? സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച വർഷം ഏത്? 2015. 2015. താഴെ പറയുന്നവയിൽ ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഭൂമിശാസ്ത്രപരമായ ഘടകം ഏതാണ്? താഴെ പറയുന്നവയിൽ ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഭൂമിശാസ്ത്രപരമായ ഘടകം ഏത്? ജലമാണ്. ഓപ്ഷൻ സി, ജലം. ഒഡീഷയിലെ പ്രധാന കൽക്കരി നിക്ഷേപ കേന്ദ്രം ഏത്? ഒഡീഷയിലെ പ്രധാന കൽക്കരി നിക്ഷേപ കേന്ദ്രം താൽച്ചർ ആണ്, താൽച്ചർ. ഒഡീഷയിലെ പ്രധാന കൽക്കരി നിക്ഷേപ കേന്ദ്രം ഏതാണ്? താൽച്ചർ. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ആകെ എണ്ണം എത്രയാണ്? സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ആകെ എണ്ണം എത്രയാണ്? 17 ആണ്, 17. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ആകെ എണ്ണം 17. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള വർഷം ഏത്? ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള വർഷം ഏതാണ്? 2030 ആണ്, 2030. ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ ബലികഴിക്കാതെ നിലവിലെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ ബലികഴിക്കാതെ നിലവിലെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സുസ്ഥിര വികസനമാണ്, സുസ്ഥിര വികസനം. താഴെ പറയുന്നവയിൽ സുസ്ഥിര വികസനത്തിനുള്ള മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ സുസ്ഥിര വികസനത്തിനുള്ള മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സുസ്ഥിര വികസനത്തിനുള്ള മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ്, അമിത ഉപഭോഗം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവം ഏതാണ്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവം പെട്രോളിയമാണ്. ഓപ്ഷൻ സി, പെട്രോളിയം. ലോഹധാതുക്കളെ സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിന്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ. ഇവ പൊതുവെ കടുപ്പമുള്ളതും തിളക്കമുള്ളതുമാണ്. ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം വേർതിരിച്ചെടുക്കുന്നത് ലോഹധാതുക്കൾക്ക് ഉദാഹരണമാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1, 2, 3 എന്നിവ എല്ലാം. പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിന്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ. ഇവ പൊതുവെ കടുപ്പമുള്ളതും തിളക്കമുള്ളതുമാണ്. ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം വേർതിരിച്ചെടുക്കുന്നത് ലോഹധാതുക്കൾക്ക് ഉദാഹരണമാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1, 2, 3 എന്നിവയെല്ലാം. ഫെറസ്, നോൺ ഫെറസ് ധാതുക്കളെ കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഫെറസ് ധാതുക്കൾ ചാരനിറത്തിൽ കാണപ്പെടുന്നു. നോൺ ഫെറസ് ധാതുക്കൾക്ക് കാന്തിക സ്വഭാവമുണ്ട്. ഫെറസ് ധാതുക്കൾക്ക് ഭാരം കൂടുതലായിരിക്കും. നോൺ ഫെറസ് ധാതുക്കൾ വിവിധ നിറങ്ങളിൽ കാണപ്പെടുന്നു. നമ്മളോട് തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 2 മാത്രമാണ് തെറ്റായത്. നോൺ ഫെറസ് ധാതുക്കൾക്ക് കാന്തിക സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. നോൺ ഫെറസ് ധാതുക്കൾക്ക് കാന്തിക സ്വഭാവമില്ല.
ഫെറസ് ധാതുക്കൾ ചാരനിറത്തിൽ കാണപ്പെടുന്നു, ശരിയാണ്. ഫെറസ് ധാതുക്കൾക്ക് ഭാരം കൂടുതലായിരിക്കും, ശരിയാണ്. നോൺ ഫെറസ് ധാതുക്കൾ വിവിധ നിറങ്ങളിൽ കാണപ്പെടുന്നു, ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ നൽകിയിരിക്കുന്നവയിൽ ലോഹധാതുക്കളുടെ തരം തിരിവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി ഏതാണ്? ലോഹധാതുക്കൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ലോഹധാതുക്കൾ ഫെറസ് ധാതുക്കൾ എന്നും നോൺ ഫെറസ് ധാതുക്കളും എന്നാണ് തിരിച്ചിരിക്കുന്നത്. ലോഹധാതുക്കൾ, ഫെറസ് ധാതുക്കൾ ആൻഡ് നോൺ ഫെറസ് ധാതുക്കൾ. ഫെറസ് ധാതുക്കളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഫെറസ് ധാതുക്കളുടെ ഇവിടെ തന്നിരിക്കുന്നു. കാന്തിക സ്വഭാവമുള്ളവയാണ്, താരതമ്യേന ഭാരം കുറഞ്ഞവയാണ്, ചാരനിറത്തിൽ കാണപ്പെടുന്നു. ഫെറസ് ധാതുക്കളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, രണ്ടു മാത്രം. താരതമ്യേന ഭാരം കുറഞ്ഞവയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ഫെറസ് ധാതുക്കൾക്ക് എന്താണ്? ഭാരം കൂടുതലാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു. ഇരുമ്പിന്റെ സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോഹധാതുക്കളെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അലോഹധാതുക്കളെ ജൈവധാതുക്കൾ എന്നും അജൈവ ധാതുക്കൾ എന്നും രണ്ടായി തിരിക്കാം. ബോക്സൈറ്റ് ഒരു ലോഹധാതുവാണ്. നോൺ ഫെറസ് ധാതുക്കൾക്ക് കാന്തിക സ്വഭാവം കൂടുതലാണ്. ശരിയല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നോൺ ഫെറസ് ധാതുക്കൾക്ക് കാന്തിക സ്വഭാവം കൂടുതലാണ് എന്ന് പറഞ്ഞത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇരുമ്പിന്റെ സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോഹധാതുക്കളെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അലോഹധാതുക്കളെ ജൈവധാതുക്കൾ എന്നും അജൈവ ധാതുക്കൾ എന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ബോക്സൈറ്റ് ഒരു ലോഹധാതുവാണ് എന്നിവ ശരിയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലുതുമായ സ്വർണ്ണഖനിയാണ് കോലാർ. 1804 ജോൺ വാറൻ ഉറിഗമിൽ വെച്ചാണ് സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2 എന്നിവ ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലുതുമായ സ്വർണ്ണഖനിയാണ് കോലാർ, ശരിയാണ്. 1804 ജോൺ വാറൻ ഉറിഗമിൽ വെച്ചാണ് സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയതെന്ന് പറഞ്ഞിരിക്കുന്നു, ശരിയാണ്. വിഭവങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏത്? പ്രകൃതിയിൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. കൽക്കരിയും പെട്രോളിയം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾക്ക് ഉദാഹരണമാണ്. ഉത്തരം എന്താണ്? രണ്ട് പ്രസ്താവനകളും എന്താണ്? തെറ്റാണ്. പ്രകൃതിയിൽ തുടർച്ചയായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവ എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളാണ്. കൽക്കരിയും പെട്രോളിയവും എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏവ? ഇന്ത്യയിലെ ആദ്യത്തെ PPP മാതൃകയിലുള്ള വിമാനത്താവളമാണിത്. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളമാണ് ഇത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം എന്താണ്? ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ PPP മാതൃകയിലുള്ള വിമാനത്താവളമാണ്, ശരിയാണ്. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളമാണ്, ശരിയാണ്. മുംബൈ ഹൈ എണ്ണപ്പാടത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രമാണ്. 1974 ഈ എണ്ണപ്പാടം കണ്ടെത്തിയത്. ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഗെയിലാണ്. ഉത്തരം വരുന്നത് എന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2 എന്നിവ എന്താണ്? ശരിയാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രമാണ്. 1974 എണ്ണപ്പാടം കണ്ടെത്തിയത് എന്നിവ ശരിയാണ്. ഈ എണ്ണപ്പാടത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ONGC ആണ്. ഇരുമ്പയിരിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? കറുത്തൈര എന്നറിയപ്പെടുന്നത് മാഗ്നറ്റൈറ്റ് ആണ്. ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള ഇരുമ്പയിര് ഹേമറ്റൈറ്റ് ആണ്. ശരിയല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ്. 2 മാത്രം. കറുത്തൈര എന്നറിയപ്പെടുന്നത് മാഗ്നറ്റൈറ്റ് ആണ്, ശരിയാണ്. ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള ഇരുമ്പയിര് ഏതാണ്? മാഗ്നറ്റൈറ്റ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ നൽകുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ഇരുമ്പുരുക്ക് ശാലയാണ് ടിസ്കോ. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഭിലായ് റൂർക്കേല പദ്ധതികൾ ആരംഭിച്ചത്. പൊതുമേഖല ഇരുമ്പുരുക്ക് ശാലകളുടെ നടത്തിപ്പ് ചുമതല സെയിലിനാണ്.
ഉത്തരം ഏതാണ് വരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവനകളെല്ലാം ശരിയാണ്. അവസാനത്തെ ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. പാരാദീപ് തുറമുഖം ഒഡീഷ, ടിസ്കോ സ്ഥാപിതമായ വർഷം 1907, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2015. ശരിയായ ജോഡി കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ശരിയാണ്. പാരാദീപ് തുറമുഖം ഒഡീഷ, ടിസ്കോ സ്ഥാപിതമായ വർഷം 1907, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2015. 45 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കിയത്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.